Dear students, NPV relate ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 15, ക്വസ്റ്റ്യൻ നമ്പർ 15 ഇത് എക്സലിൻ്റെ ടെക്സ്റ്റ് ബുക്കത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നൗ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കമ്പനി ഈസ് കൺസിഡറിങ് ദ പർച്ചേസ് ഓഫ് എ മെഷീൻ. കമ്പനി വന്നിട്ട് മെഷീൻ പർച്ചേസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ടു മെഷീൻസ്, രണ്ട് മെഷീൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ രണ്ട് മെഷീനിൽ ഏത് വണ്ണാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. രണ്ട് മെഷീൻസ് ഉണ്ട് അവൈലബിൾ. മെഷീൻ എ ആൻഡ് മെഷീൻ ബി ആർ അവൈലബിൾ. ഈച്ച് ഹാവിങ് എ കോസ്റ്റ് ഓഫ് റുപ്പീസ് 50,000. അപ്പോൾ ഈ മെഷീൻ എയുടെയും മെഷീൻ ബിയുടെയും കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്, 50,000. അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ പറയുന്നത് എന്താണ്, 50,000. In comparing the profitability of machine, 10% discount factor may be used. അപ്പോൾ ഈ ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റബിലിറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഡിസ്കൗണ്ട് ഫാക്ടർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഡിസ്കൗണ്ട് ഫാക്ടർ എത്രയാണ്, 10% ഡിസ്കൗണ്ട് ഫാക്ടറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യാൻ പോകുന്നത്. ഏർണിങ്സ് ഫ്രം ദ മെഷീൻസ് ആർ എക്സ്പെക്റ്റഡ് ടു ബി ആസ് ഫോളോസ്. ഇനി ഈ രണ്ട് മെഷീൻ്റെ ഏർണിങ്സ്, പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ 5 years ആണ് മെഷീൻ്റെ ലൈഫ്. മെഷീൻ എ, മെഷീൻ ബി. So in the first year for machine A 15,000, for machine B 5,000. For the second year earnings പറയുന്ന machine A 20,000, for B it is 15,000. Third year for machine A 25,000, machine B 20,000. In the fourth year for machine A it is 15,000 and for machine B it is 20,000. And for the fifth year for machine A it is 10,000 and for machine B it is 20,000. In a total earnings of machine A പറയുന്നത് 85,000 and for machine B is 80,000. Now we want to find out the profitability and we want to see which machine is better one. അപ്പോൾ ഇവിടെ വന്നിട്ട് 10% ഡിസ്കൗണ്ട് ഫാക്ടർ ആണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റബിലിറ്റി ആണ്. ബെറ്റർ വൺ ഏതാണ്, NPV ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫോർമുല. അപ്പോൾ NPV ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടേബിളായിട്ട് വരയ്ക്കാം. സോ ഇറ്റ് വിൽ ബി നമുക്ക് എന്താണ് ഈസി ആയിരിക്കും. സോ ഇയർ ഇൻഫ്ലോ ഓഫ് മെഷീൻ, ഇത് ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നതിന് ശേഷം പ്രസന്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് കോളം ഫോർ റൈറ്റിംഗ് ദ ഇയർ, സെക്കൻഡ് കോളം എന്താണ്, ഇൻഫ്ലോ ഓഫ് മെഷീൻ എ, that is earnings of machine A. Third column earnings of machine B അല്ലെങ്കിൽ inflow of machine B. ഇനി നെക്സ്റ്റ് കോളം ഈസ് ദ ഡിസ്കൗണ്ട് ഫാക്ടർ അറ്റ് 10%. ഈ ഡിസ്കൗണ്ട് ഫാക്ടർ അറ്റ് 10%, ഇവിടെ 10% തന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെയും ഡിസ്കൗണ്ട് ഫാക്ടർ അറ്റ് 10% എടുത്തിരിക്കുന്നത്. ഈ 10% എടുക്കുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ ഡിസ്കൗണ്ട് ഫാക്ടർ തന്നിട്ടുണ്ട് 1 റുപ്പീയുടെ, അതിൽ നിന്ന് നോക്കി എഴുതാം. അല്ലെങ്കിൽ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഏത് മെത്തേഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആ മെത്തേഡ് ഫോളോ ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് എ. അപ്പോൾ ഇവിടെ ഇൻഫ്ലോ ഓഫ് മെഷീൻ എ തന്നിട്ടുണ്ട്. ഈ ഇൻഫ്ലോയുടെ പ്രസന്റ് വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് കോളം പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ബി, ദാറ്റ് ഈസ് ഇൻഫ്ലോ ഓഫ് മെഷീൻ ബി ഇല്ലേ, ഇതിന്റെ പ്രസന്റ് വാല്യൂ ആണ് എവിടെ തന്നിരിക്കുന്നത്, ഈ ലാസ്റ്റ് കോളത്തിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇയർ, ക്വസ്റ്റ്യനിൽ എത്ര ഇയേഴ്സ് ആണ്, 5 years. സോ 5 years ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, എഴുതിയാണ്. ഇനി സെക്കൻഡ് കോളം ഇൻഫ്ലോ ഓഫ് എയിൽ, ഇവിടെ എയുടെ ഇൻഫ്ലോസ് നമുക്ക് തന്നിട്ടുണ്ട് 15,000, 20,000. സോ അത് ഇവിടേക്ക് എടുത്ത് എഴുതാം. സോ ഫോർ ദ ഫസ്റ്റ് ഇയർ ഇറ്റ് ഈസ് 15,000, സെക്കൻഡ് ഇയർ 20,000, തേർഡ് ഇയർ 25,000, ഫോർത്ത് ഇയർ 15,000 ആൻഡ് ഫോർ ദ ഫിഫ്ത്ത് ഇയർ ഇറ്റ് ഈസ് 10,000. സോ ഇൻഫ്ലോ ഓഫ് മെഷീൻ എ എഴുതി. ഇനി നെക്സ്റ്റ് തേർഡ് കോളത്തിൽ ഇൻഫ്ലോ ഓഫ് മെഷീൻ ബി ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യാം, എഴുതാം. സോ ഫോർ മെഷീൻ ബി, ഫസ്റ്റ് ഇയർ ഫോർ 5,000, സെക്കൻഡ് ഇയർ ഇറ്റ് ഈസ് 15,000, third year 20,000, fourth year 20,000 and for the fifth year it is 20,000. Now discount factor നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഫോർമുലയിലാവുമ്പോൾ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇങ്ങനെ എഴുതുക, 10/100. സോ ഇറ്റ് വിൽ ബി 0.10. സോ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്, 1 divided by 1 plus 0.10. സോ ഇത് എങ്ങനെയാണ് വരുന്നത്, 1 divided by 1.10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 0.909 കിട്ടും. ഓക്കെ, ഇൻ ദ സെക്കൻഡ് ഇയർ ഇറ്റ് ഈസ് 0.909 ഡിവൈഡഡ് ബൈ 1.10 ചെയ്യുക. സോ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇറ്റ് ഈസ് 1 divided by 1.10. ഇൻ ദ സെക്കൻഡ് ഇയർ ഇറ്റ് ഈസ് same 0.909 divided by 1.10.
അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടും? 826. The third year 0.826 divided by 1.10. So നമുക്ക് എത്ര കിട്ടും? 0.751. In the fourth year 0.751 divided by 1.10. In the last year that is 0.683 divided by 1.10, so that you will get 0.620. Okay, so അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ട് ഫാക്ടർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ കോപ്പി ചെയ്താലും മതി. ഇനി നെക്സ്റ്റ് പ്രസന്റ് വാല്യൂ ഓഫ് എ. പ്രസന്റ് വാല്യൂ ഓഫ് എ എങ്ങനെയാണ് കണ്ടത്? ഈ 15,000 ദാറ്റ് ഇസ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് എ ഉണ്ടല്ലോ, ദിസ് വൺ ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ. ഈ ഡിസ്കൗണ്ട് ഫാക്ടറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് കോളത്തിന് പേര് കൊടുക്കാം എ ബി സി ഡി. അപ്പോൾ ഇവിടെ പ്രസന്റ് വാല്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബി ഇൻറ്റു ഡി. ദാറ്റ് ഈസ് ബി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫ്ലോ ഓഫ് എ. എയുടെ ഇൻഫ്ലോവും ഡിസ്കൗണ്ട് ഫാക്ടറുമായിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇൻ ദ ഫസ്റ്റ് ഇയർ 15,000 ഇൻറ്റു 0.909 you will get 13,635. In the second year 20,000 into 0.826 you will get 16,520. Third year 25,000 into 0.751 you will get 18,775. In the fourth year you have to multiply 15,000 into 0.683 you will get 10,245. In the last year 10,000 into 0.620 you will get 6,200. Now you want to total it. So total present value. Okay, total present value. So total present value, how you will get? You have to add all the present value of A. 5 വർഷത്തെ present value, Aയുടെ present value cash inflows നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. So add ചെയ്യുമ്പോൾ you will get how much? 65,375. Now what is the next step? You want to find out the present value of B. B യുടെ present value കണ്ടുപിടിക്കണം. So B യുടെ present value എങ്ങനെ കണ്ടുപിടിക്കുക? C into D. That is here cash inflow of B തന്നിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. So in the first year 5,000 into 0.909 you will get 4,545. The next year 15,000 you have to multiply with 0.826 you will get 12,390. Then third year 20,000 you have to multiply with 0.751 you will get 15,020. In the fourth year 20,000 you have to multiply with 0.683 you will get 13,660. In the last year 20,000 you have to multiply with 0.620 you will get 12,400. Now what is the next step? You have to add you have to total it. Okay, total the present value. So ഈ 5 വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ എന്ത് ചെയ്യുക? പ്രസന്റ് വാല്യൂ ഓഫ് ബി ടോട്ടൽ ചെയ്യുക. സോ ദാറ്റ് ബൈ സമം ബൈ ടോട്ടലിംഗ് യു വിൽ ഗെറ്റ് എത്രയാണ്? 58,015. 58015. 58,015. ഇനി എൻ പി വി കാണാനുള്ള ഫോർമുല എന്താണ്? വാട്ട് ഇസ് ദ ഫോർമുല ഫോർ എൻ പി വി? ആസ് വി നോ എൻ പി വി ഈസ് ഈക്വൽ ടു total present value of cash inflow. Total present value of cash inflow or earnings minus present value of cash outflow. Present value of cash outflow. It is our formula, isn't it? So here we already know, we have already calculated the total present value of cash inflow. Total present value of cash inflow എത്രയാണ്? For project A it is 65,375 and for mission B it is 58,015. So present value of cash inflow we know it. Now from that you have to deduct which one? Present value of cash outflow. Cash outflow we know that for the both the project our cost is how much? 50,000. ഈ 50,000 ആണ് എന്ത്? ക്യാഷ് ഔട്ട്ഫ്ലോ. സോ അതിൻ്റെ പ്രസന്റ് വാല്യൂ എന്താണ്? ഇന്നത്തെ പ്രൈസ് ആണ്. സോ ഇന്നെന്താ റേറ്റ്? അതിൻ്റെ 50,000 തന്നെയാണ്. സോ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണ്? For machine A it is 50,000 and for machine B it is 50,000. Now you have to deduct that one. അപ്പോൾ എയുടെ കേസിൽ നെറ്റ് പ്രസന്റ് വാല്യൂ പറയുന്നത് എൻ പി വി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ 65,375 minus 50,000 so that you will get 15,375. For machine B it is your present value of cash inflow is 58,015 minus present value of cash outflow it is 50,000. So if you are deducting this one you will get
8,015. സോ ഇനി അപ്പം നമുക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഈ രണ്ട് മെഷീനെ കമ്പാരിസൺ ചെയ്യാണ്. കമ്പാരിസൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബോത്ത് ദ മെഷീൻ ആ പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഏത് മെഷീനാണ് ഏറ്റവും ഹയസ്റ്റ് NPV എന്നുള്ളത് നോക്കണം. ഈ ഹയസ്റ്റ് NPV ഉള്ള മെഷീനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ദാറ്റ് മെഷീൻ ഈസ് ഹാവിംഗ് ദ ഹയർ പ്രോഫിറ്റബിലിറ്റി. ഇപ്പോൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ നോക്കുക, മെഷീൻ എക്ക് വന്നിട്ട് NPV എത്രയാണ്, 15,375. For machine B it is 8,015. So which one is higher? Which machinery is having the highest NPV? Yes, machine A is having the highest NPV when compared to machine B. Machine B na compare cheyumbol machine A kana highest NPV. So here which machine you have to select? Machine A and selected being it is more profitable. Machine A and more profitable than machine B. So it is suitable to select which one. It is advisable to select the machine A.